നമ്മുടെ രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കാൻ പോവുകയാണോ? അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. വധശിക്ഷ നിർത്തലാക്കേണ്ടതാണ് എന്ന ആവശ്യം എല്ലാ കോണിൽ നിന്നും പല കോണിൽ നിന്നും എത്രയോ കാലമായിട്ട് ഉയരുന്നുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളും നിർത്തലാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. ഇനി ഇപ്പോൾ നടക്കുന്നൊരു പ്രധാനപ്പെട്ട ചർച്ച വധശിക്ഷ കൂടിയേ തീരുമെങ്കിൽ വധശിക്ഷ ചില കേസുകൾ കൂടിയേ തീരൂ. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ മഹാത്മാഗാന്ധിയുടെ കുടുംബം മാപ്പ് കൊടുത്താൽ പോലും രാജ്യം മാപ്പ് കൊടുക്കാൻ പാടില്ല എന്ന വാദം വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ കേസിൽ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടും അവർ രാജ്യം അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇതൊരു ഒരു മാതൃകയാണ്. ഒരിക്കലും കുറ്റകൃത്യങ്ങളിൽ, അതും ഒരിക്കലും നമുക്ക് സഹിക്കാനാവാത്ത കുറ്റകൃത്യങ്ങളിൽ കൊലപാതകം ചെയ്തവർക്ക് വധശിക്ഷ തന്നെയാണ് വേണ്ടത് എന്ന വാദമുണ്ട്. എന്തായാലും പക്ഷേ ഒരു ജീവൻ കൊടുക്കാൻ അവകാശമില്ലാത്ത ഭരണകൂടത്തിനോ മനുഷ്യരുടെ സമൂഹത്തിനോ സംവിധാനങ്ങൾക്കോ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ അവകാശമുണ്ടോ എന്ന മൗലികമായ ചോദ്യമുണ്ട്, ധാർമ്മികമായ ചോദ്യമുണ്ട്. പിന്നെ ഏതൊരു കൊടിയ കുറ്റവാളിക്കും ജീവൻ എടുക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ വേറെ ഇല്ലേ? അയാൾക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിലേക്ക് ഒരു നിമിഷമെങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ജീവിതം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്താൽ അത് കൊടുക്കാൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. വധശിക്ഷയുമായി ബന്ധപ്പെട്ട ധാരാളം ഇപ്പോൾ വന്നിരിക്കുന്ന സുപ്രീം കോടതിയിൽ ഒരു പുതിയ ഹർജി വന്നിരിക്കുന്നു. ഇനി വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഏർപ്പാട് എന്താണ്? ഈ തൂക്കിക്കൊല്ലലാണ്. തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് ഒന്ന് വളരെ പ്രാകൃതമാണ്, പഴഞ്ചനാണ്, കാലം മാറിയിരിക്കുന്നു, ലോകം മാറിയിരിക്കുന്നു. അന്ന് ഒരു കാലത്ത് നമുക്ക് ഒരാളെ വധശിക്ഷ നടപ്പാക്കാനുള്ള താരതമ്യേന അവൈലബിൾ ആയ ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഒരു ലിവർ വലിച്ചാൽ മതിയല്ലോ, അപ്പുറത്ത് ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റും. ഒരു ലിവർ വലിക്കുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഒരാൾ, അതാണല്ലോ ഈ ഹാങ്മാൻ എന്ന് പറയുക, നമ്മളെ ഹാങ് വുമൺ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആരാച്ചാരുണ്ടായത് അങ്ങനെയാണ്. അവർക്ക് അത് അപാരമായ വിൽ പവറൊക്കെ ഉള്ള ആളുകളാണ് അത്ര അത് ചെയ്യുക. അതിനൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. പലപ്പോഴും അത്തരം ജാതികളുണ്ട്. അതാണല്ലോ കൽക്കത്തയിൽ നിന്നുള്ള വന്ന ആ ഉദാഹരണമാണല്ലോ. അപ്പോൾ നമ്മുടെ ആരാച്ചാർ വന്നത് അങ്ങനെയാണല്ലോ, നോവൽ വന്നതും അങ്ങനെയാണ്. ആ കുടുംബത്തിൽ ആൺകുട്ടികളില്ലാതായപ്പോൾ പരമ്പരാഗതമായിട്ട് ഒരു കുടുംബമാണ് ആരാച്ചാരുടെ പണിയെടുക്കുക. ഈ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ അങ്ങനെയാണല്ലോ. കുഴി കുഴിക്കുന്ന ഒരു കൂട്ടരാണ്, ഈ അങ്ങനെ ഉണ്ടല്ലോ കവറെടുക്കുന്നത്, ഈ പണി ഉണ്ടല്ലോ, ചുടലപ്പണി ചെയ്യുന്നത് ഒരു കൂട്ടരാണ്, എന്ന് വെച്ചാൽ ചിത വെക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ അത് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ആരാച്ചാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളൊരു സംവിധാനം അനുസരിച്ച് ഈ ഒരു പാലത്തിൽ ആളെ നിർത്തിയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് ഇപ്പുറത്ത് ലിവർ വലിക്കുമ്പോൾ ആ പാലം താണു പോകുന്നു. അപ്പോൾ ഇദ്ദേഹവും ആഴമേറിയ കുഴിയിലാണ്. അപ്പോൾ കഴുത്തിൽ കയറ് കുരുങ്ങി മരിച്ചു പോകുന്നു. എന്നിട്ട് 40 മിനിറ്റ് നേരം ഒന്നാമത്തത് അത് കണ്ടു നിൽക്കാൻ കുറച്ചുപേരെങ്കിലും ബാധ്യസ്ഥരാണ്. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവണം. അതിൽ കുറച്ചു നേരമെങ്കിലും അവർ കണ്ടു നിൽക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഏറ്റവും ചുരുങ്ങിയത് 40 മിനിറ്റ് നേരം തൂക്കിയിടണം. 40 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇറക്കി കിടത്താൻ പാടുള്ളൂ, ബോഡി ഇറക്കി കിടത്താൻ പാടുള്ളൂ. ആ സമയം അതുവരെയുള്ള സകല പരാക്രമങ്ങൾ നമ്മൾ കണ്ടു നിൽക്കണം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാദം, ഇത് അങ്ങേയറ്റം ക്രൂരമല്ലേ? ഇനി ഒരാളെ നമുക്ക് കൊന്നേ തീരും, അയാളെ ജീവനെടുക്കല്ലേ വേണ്ടു. എന്നാൽ എളുപ്പമുള്ള മാർഗങ്ങൾ പുതിയ കാലത്ത് എന്തെല്ലാം ഉണ്ട്. ഒരു തുണ്ട് സയനൈഡ് അയാളെ നാവിൽ വെച്ചു കൊടുത്താൽ മതി, ഒന്നത്. അല്ലെങ്കിൽ ഒരു 5 മില്ലി വിഷം കുത്തി വെച്ചാൽ മതി. എന്നിട്ട് വേദന പോലും അറിയാതെ അയാൾക്ക് മരിക്കാൻ സൗകര്യമുള്ളപ്പോൾ അങ്ങനെ കൊന്നൂടെ? വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു ജീവനുള്ള മനുഷ്യനോട് കുറെ കൂടി ദയ കാണിച്ചൂടെ എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ഇപ്പോൾ നമ്മൾ വാർത്തയാകുന്നത്, നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നത് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നപ്പോഴാണ്. സുപ്രീം കോടതിയിൽ ആ ഹർജി കൊടുത്തത് ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് ഋഷി മൽഹോത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വന്ന് പറഞ്ഞത്, അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: കാലം മാറിയത്, നമ്മുടെ ശിക്ഷാമുറകളിലും വരേണ്ടതാണ്. നമ്മുടെ ശിക്ഷയിൽ ഏറ്റവും കടുത്തത് എന്താണ്? വധശിക്ഷയാണ്. തൂക്കിക്കൊല്ലുന്നത് പ്രാകൃതമാണ്, ക്രൂരമാണ്, അങ്ങേയറ്റം ദയാരഹിതമാണ്. അത് തിരുത്തിക്കൂടെ, മാറ്റിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതിന് പകരം ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ലീത്തൽ പോയിസൺ, ഈ പറഞ്ഞ സാധനം വിഷം കുത്തിവെച്ചിട്ട് കൊല്ലാൻ എത്ര എളുപ്പമാണ്, അങ്ങനെ കൊന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് രണ്ട് പ്രമുഖരായ ജഡ്ജിമാരുടെ ബെഞ്ചിലാണ്. ജസ്റ്റിസ് വിക്രം നാഥും ജസ്റ്റിസ് സന്ദീപ് മേത്തയും രണ്ടുപേരും ചേർന്ന ബെഞ്ചാണത് പരിഗണിച്ചത്. അവരിപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്,
ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഇതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണമല്ലോ. ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴത്തെ വധശിക്ഷാ രീതിയിൽ മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എങ്കിലും ഗവൺമെന്റിന്റെ അഭിപ്രായം അറിയാൻ ഗവൺമെന്റിന് നോട്ടീസ് അയക്കാം, അവരോട് അഭിപ്രായം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു പരിഷ്കാരം ഇനി എന്നാണ് ഇന്ത്യയിൽ അങ്ങനെ വരുമോ, വരാൻ സാധ്യമാണോ? മാഷ് പറഞ്ഞല്ലോ ഇങ്ങനെ വിഷം കുത്തിവെച്ച് അതായത് അങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്ന നാടുകളുണ്ട്. അപ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വധശിക്ഷ അങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ള നാടുകളുണ്ട്. തീർച്ചയായിട്ടും മാറ്റം വരുത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും പേര് ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, വധശിക്ഷ തന്നെ എടുത്തു കളഞ്ഞ രാജ്യങ്ങൾ ധാരാളം ഉണ്ട്. മാക്സിമം പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവാൻ പാടില്ല, വധശിക്ഷ ആവാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യങ്ങളും ധാരാളം ഉണ്ട്. ഇനിയിപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ പീനൽ കോഡിൽ വരുത്തേണ്ട ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. വധശിക്ഷ കൊടുക്കുന്ന രീതി മാറ്റിക്കൂടെ? ഒരു മനുഷ്യനെ നമുക്ക് ജീവൻ അയാൾ വേണ്ട, ഇനി ബോംബ് കത്ത അയാൾ വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ ക്രൂരമായി കൊല്ലേണ്ടതുണ്ടോ? അയാൾ ഇപ്പോൾ എങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ കൊന്നാൽ, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ പ്രാകൃതമായ മുറയല്ലേ? പല്ലിന് പല്ല് നമ്മൾ പറയില്ലേ, ഈ ജീവന് ജീവൻ, ചോരയ്ക്ക് ചോര എന്ന് പറയുന്ന പഴയ ഗോത്രവർഗ മുദ്രാവാക്യമാണത്. ഇപ്പോൾ ഒരാൾ ഒരു മനുഷ്യനെ കൊല്ലുന്നത് കുത്തി കൊന്നു എന്ന് വിചാരിച്ചു, അപ്പോൾ അയാൾക്ക് കുത്തി തന്നെ കൊല്ലണോ അയാളെ? അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ. വെട്ടിക്കൊന്നാൽ വെട്ടി തന്നെ കൊല്ലണം, വെടിവെച്ച് കൊന്നാൽ വെടിവെച്ച് തന്നെ കൊല്ലണം. അങ്ങനെയും കൊന്നിരുന്നല്ലോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊലപാതകങ്ങളൊന്നും പലപ്പോഴും തൂക്കിക്കൊല്ലായിരുന്നില്ല, വെടിവെച്ച് തന്നെ കൊല്ലലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ പലരും നമ്മുടെ പഴയ പോരാളികളൊക്കെ പറഞ്ഞത്, എന്നെ കണ്ണ് കെട്ടാതെ വെടിവെച്ച് കൊല്ലണം, എൻ്റെ മുമ്പിലൂടെ വന്ന് വെടിവെക്കണം എന്നൊക്കെ വലിയ പോരാളികൾ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. അതൊക്കെ മാറിയില്ലേ? അപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിൽ നിന്ന് അത് എന്താണ്, ആ വെടിവെച്ച് കൊല്ലുന്നതും അതിൻ്റെ പ്രാകൃതത്വവും അതിൻ്റെ പെടയലും അതിൻ്റെ ഈ പറയുന്ന ആക്രോശവും ഒക്കെ നമ്മൾ കാണണമല്ലോ. അത് കാണാതിരിക്കാനാണ് പിന്നെ അടച്ചിട്ട മുറിയിൽ പാലത്തിന് മീതെ വെച്ചിട്ട് ലിവർ വലിച്ചിട്ട് തൂക്കിക്കൊല്ലലായത്. ഇനി അതും പരിഷ്കരിച്ചൂടെ എന്നാണ് ചോദ്യം. ആലോചിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാളെ ഉപദ്രവിക്കാതെ, അയാളെ വേദനിപ്പിക്കാതെ കൊല്ലാലോ. ഈ ശിക്ഷാമുറകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്ത് വന്നു. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് വാദം. അതുകൊണ്ട് ഗവൺമെന്റിന് അക്കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും എനിക്കറിയില്ല. ഇനിയിപ്പോൾ വിദഗ്ധ സമിതിയെ വെച്ചിട്ട് അത്തരം അന്വേഷണങ്ങൾ നടത്തുമോ? തീർച്ചയായിട്ടും അത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ വയ്യ. പക്ഷെ എന്തായാലും സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി ആദ്യമായിട്ട് വന്നിരിക്കുന്നു. ആ ഹർജി ന്യായമാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ സുപ്രീം കോടതി സർക്കാരിന് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുക. സർക്കാർ നോട്ടീസ് അയച്ച് സർക്കാരിൻ്റെ അഭിപ്രായം ചോദിക്കും. മിക്കവാറും നോട്ടീസ് അയച്ചാൽ നമ്മുടെ തുഷാർ മേത്ത ഉണ്ടല്ലോ, സോളിസിറ്റർ ജനറൽ, അദ്ദേഹം വന്ന് അപ്പിയർ ചെയ്യുമായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് അഭിപ്രായം പറയുമായിരിക്കും. അഭിപ്രായം എന്തു പറയുന്നു നമുക്ക് കേട്ടിരിക്കാം. എന്തായാലും രാജ്യത്തിനാകെ കേൾക്കാൻ താല്പര്യമുള്ള വളരെ മാനുഷികമായ ഒരു കേസാണിത്. ഒരാൾ തമ്മിലുള്ള ആർക്കെങ്കിലും വേണ്ടിയല്ല, ഒരു പൊതു താല്പര്യ ഹർജിയുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇന്നയാൾക്ക് അത് ശിക്ഷ കൊടുക്കരുതെന്നല്ല, ഇന്നയാളെ തൂക്കിക്കൊല്ലരുതെന്നല്ല, ആർക്കും ഇനി തൂക്കിക്കൊല്ലരുത്, ആരെയും തൂക്കിക്കൊല്ലരുത്, പകരം കുറെ കൂടി ദയാപൂർണമായ വധം അനുവദിക്കണം എന്നാണ് പറയുന്നത്. പൊതു താല്പര്യമുള്ള ഒരു കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ചർച്ചയ്ക്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വിധി എന്താകും, അതിൽ തീരുമാനം എന്താകുമെന്ന് ഇത് ഇനിയും കേസ് എടുക്കുന്ന മുറക്ക് നമുക്കറിയാൻ പറ്റും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.